ദേവിയുടെ പാദമുദ്രയിൽ പൂജ നടത്തുന്ന കേരളത്തിലെ ക്ഷേത്രം ശ്രീ രായിരനല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ നിരവധിയാണ്. പെൺകുട്ടി പിറക്കാൻ വഴിപാട് നടത്തുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. രായിരനല്ലൂർ ദേവി ക്ഷേത്രം അറിവിന്റെ കേദാരം എന്നാണ് അറിയപ്പെടുന്നത്. വിജ്ഞാനം ആരാധനയാകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന്. തുലാം 1-ന് ഒരുപാട് കുട്ടികൾ ഇവിടെ എത്താറുണ്ട്. ഇവിടെ പ്രകൃതിയാണ് അറിവ്. കുട്ടികളാണ് ഇവിടുത്തെ യഥാർത്ഥ ഭക്തർ. കുട്ടികളെ ഇവിടെ എഴുത്തിനിരുത്തുന്നത് വിശേഷമായി കരുതുന്നു. എഴുത്തിനിരുത്ത് കഴിഞ്ഞ കുട്ടികൾക്കും പഠനത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിയും എന്നാണ് വിശ്വാസം. നാറാണത്ത് ഭ്രാന്തനുണ്ടായിരുന്ന ബൗദ്ധികമായ തടസ്സങ്ങൾ മാറിയതുപോലെ ദേവീപ്രസാദം കൊണ്ട് തടസ്സങ്ങൾ മാറും എന്ന വിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് തുലാം 1-ന് കുട്ടികളെ മല കയറ്റുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണിത്. മല കയറുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അസാമാന്യമായ ബുദ്ധിയുടെ ഉടമയായിരുന്നു നാറാണത്ത്. പരഹിത കരണം എന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് നാറാണത്താണ് എന്നാണ് വിശ്വാസം. സാധാരണമായ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിലും ആ ബുദ്ധി തെളിഞ്ഞിരുന്നില്ല. പലപ്പോഴും നാറാണത്തിൽ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാറാണത്തിന്റെ ഉപാസനയിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷമാണത്രേ നാറാണത്തിന്റെ ബുദ്ധി തെളിഞ്ഞത്. ദേവി നാറാണത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട തുലാമാസം 1-ാം തീയതി ഇവിടെ ജനലക്ഷങ്ങൾ ദർശനത്തിന് എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രതിഷ്ഠയില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രായിരനല്ലൂർ ദേവീക്ഷേത്രം. നാറാണത്തിന് ദേവി ദർശനം നൽകിയതിനു ശേഷം പ്രദക്ഷിണ രീതിയിൽ 9 കാലടികൾ വെച്ചു എന്നും ആ 9 ചുവടുകളും പാറപ്പുറത്ത് പതിഞ്ഞു എന്നുമാണ് വിശ്വാസം. പാറപ്പുറത്ത് ഇന്നും അവശേഷിക്കുന്ന ഈ 9 ചുവടുകളാണ് ശ്രീകോവിലിനുള്ളിലെ പ്രതിഷ്ഠയായി കണക്കാക്കുന്നത്. ഈ കാൽച്ചുവടുകളിലാണ് പൂജ നടത്തുക. ഇതിൽ 7 ചുവടുകൾ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് കാണാൻ സാധിക്കും. 2 ചുവടുകൾ കുറച്ചുകൂടി ഉള്ളിലേക്കാണ്. ഇതിൽ ഇടതുവശത്തെ ചുവടിൽ നിന്ന് ജലം ഊറുന്നുണ്ട്. ഈ ജലമാണ് ഭക്തർക്ക് തീർത്ഥമായി കൊടുക്കുന്നത്. ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കായി തൊട്ടടുത്ത് തന്നെ 2 കിണറുകൾ കുഴിച്ചു എങ്കിലും രണ്ടിലും വെള്ളം കിട്ടാതെ നികത്തേണ്ടി വന്നു. ആ സ്ഥലത്താണ് വെറും പാറപ്പുറത്തു നിന്ന് ജലം ഒഴുകുന്നത് എന്ന് തന്നെ കൺമുന്നിലുള്ള ഒരു അത്ഭുതമാണ്. ക്ഷേത്രങ്ങൾക്ക് മുൻപിൽ അപൂർവമായ പാലമരങ്ങൾ കാണാറുള്ളൂ. ഇവിടെ അമ്പലമുറ്റത്ത് ആലുപോലെ വലുതായ ഒരു പാലമരമുണ്ട്. പാലമരത്തിൽ യക്ഷികളുടെ ആവാസം എന്ന സങ്കല്പമുണ്ട്. കാലം തെറ്റിയാണോ എന്നറിഞ്ഞുകൂടാ, തുലാമാസത്തിൽ ഇവിടെ പാലയും പൂക്കും. കിലോമീറ്ററുകൾ അകലെ നിന്ന് തന്നെ ഇതിന്റെ മണം അറിയാൻ സാധിക്കും. വള്ളവനാടിന്റെ ഭംഗി മുഴുവനും ഈ വഴികളിൽ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിനു ചുറ്റും തുളസി കാടുകളാണ്. പിന്നെ ചുറ്റും പറന്നു നടക്കുന്ന മയിലുകൾ. ഇവിടെ കാക്കകളെക്കാൾ മയിലുകൾ കൂടുതലാണത്രേ. കേരളത്തിലെ പ്രശസ്തമായ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണിത്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് പോകുന്ന വഴി നടുവട്ടം എന്ന സ്ഥലത്താണ് ഈ മലയും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നടുവട്ടം എന്ന സ്ഥലത്തിന് മുൻപായി ഒന്നാന്തിപ്പടി എന്ന സ്ഥലത്ത് നിന്നും മല കയറിയാൽ മലമുകളിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നാറാണത്ത് ഭ്രാന്തൻ പ്രതിമയെ വലം വച്ചതിന് ശേഷം ദുർഗാക്ഷേത്ര ദർശനവും നടത്തി പടിഞ്ഞാറ് ഭാഗത്തുള്ള പടവുകൾ ഇറങ്ങി നടുവട്ടം ഭാഗത്തേക്ക് മടങ്ങാം. പതിവ് ശൈലിയിൽ പ്രതിഷ്ഠയില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ പാദമുദ്രയിലാണ് പൂജകൾ. ക്ഷേത്രം അശുദ്ധമായാൽ പുണ്യാഹമല്ല, പഞ്ചഗവ്യമാണ് തളിക്കുക. ഇതര ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ ഉത്സവ വിശേഷങ്ങളും ഇവിടെയില്ല. ദേവി നാറാണത്ത് ഭ്രാന്തന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട തുലാം 1, ദേവിയുടെ ജന്മനക്ഷത്രമായ വൃശ്ചിക മാസത്തിലെ കാർത്തിക. ഈ ദിവസങ്ങളാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. നിത്യപൂജയുള്ളത് രാവിലെ മാത്രം. രാവിലെ 6 മുതൽ 8 വരെയാണ് പൂജാസമയം. പ്രകൃതി ഉപാസനയെ അനുസ്മരിപ്പിക്കും വിധം ലളിതമായ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ ഉള്ളത്. വർഷത്തിലെ 2 വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ചും ധാരാളം ഭക്തജനങ്ങൾ സമീപത്തെ ജില്ലകളിൽ നിന്ന് പോലും ഇവിടേക്ക് വരാറുണ്ട്. മറ്റു ദിവസങ്ങളെല്ലാം യാതൊരു തിരക്കുമില്ലാതെ വളരെ സ്വച്ഛന്തമായ പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ഒരു സങ്കേതമായിട്ടാണ് മലമുകളിലെ മൈതാനവും ക്ഷേത്രവും നാറാണത്ത് ഭ്രാന്തന്റെ പ്രതിമയും നിൽക്കുന്നത്. രായിരനല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് വെളിപ്പാടകലെയാണ് ഭ്രാന്താചലം. നാറാണത്ത് ഭജനമിരുന്ന പാറക്കുന്നാണിത്. ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഗുഹാക്ഷേത്രമാണ് ഇവിടെ. ഈ പാറക്കുന്ന് കയറാൻ 63 പടികൾ കൊത്തിയെടുത്തിട്ടുണ്ട്. ഈ കരിമ്പാറയിൽ അവിടെയായി ഒരിക്കലും പറ്റാത്ത തീർത്ഥ കിണറുകളുമുണ്ട്. നാറാണത്തിന് ചങ്ങലക്കിട്ടിരുന്ന കാഞ്ഞിരമരവും ചങ്ങലക്കണ്ണികളും ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.